യുപിയിൽ ആത്മീയ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട 5 പേർ മരിച്ചു. 40ഓളം പേർക്ക് പരിക്ക്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്ന വിവരം. ഭാഗ്പത് ബറൌത്തിൽ ജെയിൻ നിർമ്മാണ ഫെസ്റ്റിവൽ എന്ന ആത്മീയ ചടങ്ങിനിടെ സ്റ്റേജ് തകർന്നാണ് അപകടമുണ്ടായത്. നാഷണൽ ഡെസ്കിൽ നിന്ന് രേഷ്മ ശാന്ത അശോകനുണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, എത്തരത്തിലാണ് ഈ 5 പേർ മരിക്കുന്ന തരത്തിലേക്കൊരു അപകടം ഉണ്ടായത്? ഈ പരുക്കേറ്റ ആളുകളുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. ജെയിൻ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് പ്രസാദമായി ലഡു വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. കഴിഞ്ഞ 30 വർഷത്തോളമായി എല്ലാ വർഷവും നടത്തിവരുന്ന ഒരു ചടങ്ങാണിതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് സംഭവത്തിൽ 2 പേർ കൂടെ മരിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ മരണം ഔദ്യോഗികമായി പുറത്തുവിടാത്തത് കൊണ്ട് ഇതിൽ സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല. സംഭവത്തിൽ ജെയിൻ സ്വാമിമാരും പോലീസുകാരും ഉൾപ്പെടെ 40-ലധികം പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. സ്റ്റേജ് തകർന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് ഇത്തരമൊരു വലിയ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. സ്ഥലത്തെ പ്രവേശനത്തിനായി സൗജന്യ പാസ്സായിരുന്നു അനുവദിച്ചിരുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു. പ്രധാന സ്റ്റേജിലേക്ക് ഈ ചടങ്ങിലേക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഗേറ്റ് തുറന്ന ഉടൻ എല്ലാവരും കൂടെ ഇടിച്ചു കയറുകയും പിന്നാലെ സമീപത്തുള്ള ഈ സ്റ്റേജ് തകർന്നു വീഴുകയുമായിരുന്നു. നിലവിൽ ഏകദേശം 2500ഓളം പേര് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്രയധികം ജനങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ സംഖ്യ ഇത്ര പെട്ടെന്ന് വർദ്ധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സാധ്യമായ എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് കരുതുന്നു. ആതിര, ഉത്തർപ്രദേശിലാണ് ഇത്തരത്തിൽ 5 പേർ മരിക്കുന്ന തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. സ്റ്റേജ് തകർന്ന് വീഴുന്നത് കണ്ട ആളുകൾ ഭയത്തോടെ ഓടി മാറാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കരുതുന്നത്. 2 പേർ കൂടി മരിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ശാന്ത അശോകൻ.